എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശിവക്ഷേത്രത്തിൽ ഓവുചാൽ മുറിച്ച് കടക്കരുത് അതിൻ്റെ കാരണത്തെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ആ വീഡിയോയിൽ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ബ്രഹ്മശ്രീ വിവേകാനന്ദൻ എന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു കമൻ്റ് ഇട്ടു, താൻ വാടോ, ഞാൻ ഓവുചാൽ മുറിച്ച് കടന്ന് കാണിച്ചു തരാം. അതിനുശേഷം വേറൊരു കമൻ്റ് കണ്ടു, അദ്ദേഹത്തിൻ്റെ തന്നെ, പോടോ ഒരു പുല്ലും ചെയ്യില്ല എന്നൊക്കെയുള്ള മട്ടിൽ. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയും ഞാൻ കണ്ടിരുന്നു, താടിയൊക്കെ വളർത്തി ഒരു സന്യാസി ലുക്കാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം എന്തറിഞ്ഞിട്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഓവുചാൽ മുറിച്ച് കടക്കാൻ പാടില്ല എന്നൊരു വിധി, അത് തന്ത്രശാസ്ത്ര വിധിയാണ്. നിങ്ങൾ ഈ പറയുന്ന വ്യക്തികൾ, വിമർശിക്കുന്ന വ്യക്തികൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തിനേയും ഏതിനേയും അങ്ങ് വേണമെങ്കിൽ ഓവുചാൽ മുറിച്ച് കടന്നുകൊള്ളൂ, തെറ്റില്ല. ഇത് സാധാരണക്കാർക്ക് ഈ ഒരു നിബന്ധന വെച്ചിരിക്കുന്നത് തന്ത്രശാസ്ത്ര വിധിയാണ്. ഇതുകൊണ്ടാണ് 5000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ശിവാഗമം എന്ന തന്ത്രശാസ്ത്രത്തിലൊരു വിധിയുണ്ട്. ശിവാലയ സോമസൂത്രം ന ലംഘയെ. ശിവാലയത്തിൽ, അതായത് ശിവക്ഷേത്രത്തിൽ സോമസൂത്രം അല്ലെങ്കിൽ ഓവുചാൽ മുറിച്ച് കടക്കരുത്. ഇതങ്ങ് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർന്നില്ല, തച്ചുശാസ്ത്രത്തിലൊരു വിധിയുണ്ട്. വിഷ്ണുവിൻ്റെ പുറകിൽ കാളി, ശിവൻ എന്നീ ഉഗ്രമൂർത്തികളുടെ ഇടതുഭാഗത്തും ഗ്രഹനിർമ്മാണത്തിന് പോലും നിഷേധിച്ചിരിക്കുന്നു എന്നാണ്. ഇതൊന്നും അറിയാതെ വെറുതെ എന്തിനേയും ഏതിനേയും ആളാകാൻ വേണ്ടി വിമർശിക്കുന്ന, പിന്നെ തരംതാണ തലത്തിൽ പാടോ പോടോ എന്നൊക്കെയുള്ള ശൈലി, അത് നിങ്ങളെപ്പോലുള്ളവർക്ക് ചേർന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ വിമർശിക്കാനും ഞാൻ തയ്യാറില്ല. സ്വയം വിവരക്കേട് നമ്മളറിഞ്ഞാൽ മതിയല്ലോ. അത് സമൂഹത്തെ കൂടെ ബോധ്യപ്പെടുത്തി സ്വയം അപഹാസ്യനാകേണ്ട കാര്യമില്ലല്ലോ. ദയവായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, നിങ്ങളെപ്പോലെ മുതിർന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഹിന്ദുധർമ്മത്തെ, സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാനും ഈ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെയൊക്കെ നിഷേധിച്ചുകൊണ്ട്, അതിൻ്റെ പരിണിതഫലമാണ് ശബരിമലയിൽ കണ്ടത്. ഇങ്ങനെ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുവാൻ, ക്ഷേത്ര ആചാരങ്ങളെ നശിപ്പിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചിലരുണ്ട്. പൊതുസമൂഹം നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു കാലം വരും. അത് ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ്.